പോലീസ് യൂണിഫോമിൽ ഓഫീസിനുള്ളിൽ സ്ത്രീകൾക്ക് മുൻപിൽ സ്വയം മറന്ന് വെട്ടിലായ കർണാടക പോലീസ് മേധാവിക്ക് സസ്പെൻഷൻ. DGP രാമചന്ദ്ര റാവു സ്ത്രീകളുമായി അടുത്തിടപഴകുന്ന അശ്ലീല ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് നടപടി. പുറത്തുവന്ന ദൃശ്യങ്ങൾ തന്റേതല്ലെന്നും AI നിർമ്മിതമാണെന്നുമുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് DGP. എന്നാൽ ഇതാദ്യമായല്ല DGPയെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ ഉടലെടുക്കുന്നത്. 1993 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥൻ. വിരമിക്കാൻ വെറും 4 മാസം ബാക്കി. ഈ കാലയളവിൽ വഹിച്ചതെല്ലാം ഉന്നത സ്ഥാനങ്ങൾ. പക്ഷേ പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടായ DGPയുടെ ഒളിക്യാമറ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ രാമചന്ദ്ര റാവു വെട്ടിലായിരിക്കുകയാണ്. ഓഫീസിലെത്തിയ സ്ത്രീകളെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്ന ഒന്നിലധികം ഒളിക്യാമറ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. ഓഫീസിനുള്ളിൽ നിന്ന് തന്നെ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണിവ. രാമചന്ദ്ര റാവു വിവാദങ്ങളിൽപ്പെടുന്നത് ഇതാദ്യമല്ല. 2014 IG ആയി സേവനം അനുഷ്ഠിച്ചിരുന്ന കാലത്ത് മൈസൂരുവിൽ ബസ്സിൽ നിന്നും കള്ളപ്പണം പിടിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ രാമചന്ദ്രന്റെ പേരും ഉൾപ്പെട്ടിരുന്നു. പിടിച്ചെടുത്ത വലിയ തുകയിൽ ഒരു ഭാഗം കാണാതായി എന്നായിരുന്നു വിവാദം. അന്വേഷണ വിധേയമായി രാമചന്ദ്രനെ സ്ഥലം മാറ്റി. എന്നാൽ പിന്നീട് കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലൊന്നും രാമചന്ദ്രന്റെ പേര് പരാമർശിക്കാതെയായിരുന്നു അന്വേഷണം. സമീപകാലത്തും റാവു വളർത്തുമകളായ നടി രന്യ റാവുവിന്റെ പേരിൽ വിവാദക്കുരുക്കിൽപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം ദുബായിൽ നിന്ന് 14 കിലോ സ്വർണവുമായി നടിയെ പിടികൂടിയപ്പോൾ അതിലേക്ക് വിരൽ ചൂണ്ടിയത് രണ്ടാനച്ഛന്റെ പദവിയും സ്വാധീനവുമാണ്. പിതാവിന്റെ ഔദ്യോഗിക പദവി കള്ളക്കടത്തിനു വേണ്ടി രന്യ ദുരുപയോഗം ചെയ്തതായി അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. DGPയുടെ മകളാണെന്നത് പലപ്പോഴും സുരക്ഷാ പരിശോധന ഒഴിവാക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ടെർമിനലിൽ സുരക്ഷാ അകമ്പടി ലഭിക്കാനും ശരീര പരിശോധനയിൽ നിന്ന് ഒഴിവാക്കാനും പിതാവിന്റെ പദവി സഹായിച്ചിട്ടുണ്ട്. പലപ്പോഴും വിമാനത്താവളത്തിൽ നിന്നും സർക്കാർ വാഹനങ്ങളിലാണ് നടി മടങ്ങിയതെന്നും റിപ്പോർട്ടുണ്ട്. പിന്നാലെ കർണാടക സർക്കാർ റാവുവിനെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. പിന്നീട് സർവീസിൽ തിരിച്ചെടുക്കുകയും അന്വേഷണം തുടരുകയും ചെയ്തു. എന്നാൽ നിലവിലെ വിവാദം കെട്ടിച്ചമച്ചതാണെന്നും AI ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും റാവു അവകാശപ്പെട്ടു. లేదంటే అది 8 ವರ್ಷ ಹಿಂದೆ ಇದ್ದೇನೆ ನಾನು ಅಲ್ಲಿ ಬೆಳಗಾಂನಲ್ಲಿ. ಇದು ನಮಗೆ ಶಾಕಿಂಗ್, ಇಟ್ಸ್ ಆಲ್ ಫ್ಯಾಬ್ರಿಕೇಟೆಡ್, ಸುಳ್ಳು. ಇದು ಆ ವಿಡಿಯೋ ಎಲ್ಲ ಸುಳ್ಳು ಅಂತ ಅನ್ಕೊಂಡು. ನಿಮ್ ಸುಳಿವೇನಾದ್ರೂ ಇತ್ತ ಇದ್ರ ಬಗ್ಗೆ ನಿಮಗೇನು ಐಡಿಯಾ ಇಲ್ಲ? ಯಾವಾಗ ಆಗಿರೋದು ಇದು, ಯಾವಾಗ ಮಾಡಿರೋದು ಗೊತ್ತಿಲ್ಲ. ಆಗಿದ್ರೆ ಅದು ಗೊತ್ತಾಗಲ್ಲ. 8 വർഷം മുൻപുള്ള വീഡിയോയാണ് ഇപ്പോൾ പുറത്തുവന്നതെന്നാണ് സൂചന. വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ റാവു ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലെത്തിയെങ്കിലും DGPയെ കാണാൻ മന്ത്രി തയ്യാറായില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.